ഹലോ, എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചീരത്തൈര് കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ചുമന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പിടി ചീരയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഞാൻ അത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ചുമന്ന ചീര കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് വളരെ ഇപ്പം കിട്ടുന്ന നല്ല ചീരയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനത് വരിഞ്ഞ ചീര ഈ ഒരു ചട്ടിക്കകത്തോട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഈ അരിഞ്ഞത് ചേർത്ത് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അടച്ചു വെച്ച് തന്നെ വേവിക്കണേ, എന്നാലേ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. അപ്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഈ ബൗളിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ മതി. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഇച്ചിരി നമുക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് നമുക്ക് അരച്ചെടുക്കാം. അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരയ്ക്കേണ്ട, ഇച്ചിരി തരിയായിട്ട് അരച്ചാൽ മതി. ഒരുപാട് തരിയായിട്ടും അല്ല, ഒരു മീഡിയം ഇതിലൊരു തരിയായിട്ടും വല്ല പേസ്റ്റ് രൂപത്തിലും അല്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. ഇത് മാറ്റി അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ചീര വെന്തിട്ടുണ്ടോ, എവിടം വരെയായി വേവെന്ന് നോക്കാം. പകുതി വേവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല മുളക് പൊടി ചേർക്കണം. നല്ല മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു പുളിയുടെ കഷ്ണം നന്നായിട്ട് കഴുകിയത് അതും കൂടെ ചേർക്കണം. ഇപ്പം ഞാനിവിടെ പുളി ചേർക്കുന്നത് എനിക്ക് മാങ്ങ കിട്ടിയില്ലേ, അതുകൊണ്ടാണ്. പുളി ഇല്ലെങ്കിൽ മാങ്ങ ഇട്ടാലും മതി. പുളിയുള്ള മാങ്ങ 3 കഷ്ണം ചേർത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തായിരുന്നു. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ആവശ്യമുണ്ടോ നോക്കിയിട്ട്, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് പിന്നെയും കൂടെ കുറച്ച് നേരം കൂടെ വേവിക്കണം. ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പം കണ്ടു നന്നായിട്ട് ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഈ ചീര വേവിക്കുന്ന സമയത്ത് ചക്കക്കുരു കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇട്ട് ഈ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ചക്കക്കുരു കിട്ടിയില്ല. അപ്പം ചക്കക്കുരു ഉള്ളവരുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ചക്ക കാണുന്ന അവിടെ ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങി സീസണായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം ചക്കക്കുരു ഉള്ളവർ അതും കൂടെ അരിഞ്ഞതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനിയിപ്പോൾ അരപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഗ്ലാസ് തൈര്, കട്ട തൈരായാലും സാധാ മറ്റേ തൈരായാലും കുഴപ്പമില്ല. ഇത് തിളച്ച് കഴിയുമ്പോൾ, അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് താഴെ എടുത്ത് വയ്ക്കുക. ഇനി ഇത് താളിക്കാം. ഇതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ കടായിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്ര ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇച്ചിരി മതി. വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാൻ. ഞാൻ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. കറിവേപ്പില ഇട്ടിട്ട് കറിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ താളിപ്പ് കറിയിലോട്ട് ഒഴിക്കാം. കറിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പച്ച ചീര വെച്ച് ഇത് സെയിം കറി ഉണ്ടാക്കാം. ചക്കക്കുരു കിട്ടുന്നവർ ചക്കക്കുരു ഇട്ട് ചീരയുടെ കൂടെ വേവിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ എനേബിൾ ചെയ്യാൻ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.